വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിൻഷ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസറാണ്, മേക്കപ്പ് ഓർഗനൈസർ. അതിന് മുന്നേ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണും. ആ ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഡിലേ ഇല്ലാതെ തന്നെ കാണാൻ പറ്റും. ഒരു ക്വിക്ക് ലിങ്കാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ ചെയ്തേക്കുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ആ ഓർഗനൈസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതാണ് ആ ഓർഗനൈസർ. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ഓർഗനൈസറിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം ഓർഗനൈസർ ബോക്സസ് പോലെ ഏതാനും ബോക്സിൻ്റെ പീസസ് കട്ട് ചെയ്തെടുത്താണ്. ഞാൻ ഇങ്ങനൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. 2 പീസസ് എടുത്തിട്ടുണ്ട്. ഇതൊരു സിലിക്കൺ ബോക്സാണ്. പിന്നെ ഇതൊരു പേപ്പറിൻ്റെ ഒരു ഫോൾഡിങ് വരുന്ന ഒരു ബോക്സാണ്. ബോക്സിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ പീസസ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസസ് ചെറിയ 2 പീസസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളും ചെറിയ 2 പീസസ് എടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ടീ ബാഗ്സ് വെച്ചിരിക്കുന്ന ബോക്സുകളാണ്. ടീ ബാഗ്സ് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ബോക്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സീസേഴ്സ് വേണം. പിന്നെ ഇത് ഫെവിക്കോളിൻ്റെ MR ഗ്ലൂ ആണ്. ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ്. ഇത് നമുക്ക് മതി. പിന്നെ വേണ്ടത് കളർ പേപ്പറാണ്. ഇത് ചാർട്ട് പേപ്പറായിട്ട് കിട്ടുന്നതാണ്. നമുക്കിങ്ങനെ ഫാൻസി പേപ്പർ, ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് മാത്രം മതി. പിന്നെ ഇതുപോലെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ടിഷ്യൂവിൻ്റെ റോള് അതുപോലെയൊക്കെ വരുന്ന റോളാണ്. അങ്ങനെ ഒരു റോള് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് സൈസിന് കിട്ടിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൈസിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഒരു സ്കെയിലുണ്ട്, ഒരു നൈഫുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇതും അതുപോലെ തന്നെ ഈ ബോക്സും നമുക്ക് കവർ ചെയ്തെടുക്കണം. ഈ പീസസ് എല്ലാം ഈ പേപ്പറിൽ കവർ ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റിൽ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് നീക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ ഇതിന്നൊരു പേപ്പറിന് ഇത് കുറേ ഷീറ്റുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിൽ നിന്ന് ഈ ബോക്സിന് ഈ ചെറിയൊരു പീസ് റാപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് റാപ്പ് ചെയ്യണം. ഓക്കെ. ഇനി ഈസി ആയിട്ട് ഇത് നമ്മളിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ അളവിന് ഇവിടുന്ന് റാപ്പ് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം, കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കവർ ചെയ്തെടുക്കണം. ഓക്കെ. ഫസ്റ്റിൽ ഈ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഓൾ പർപ്പസ് ഗ്ലൂ ആണ്, ജനറൽ ഗ്ലൂ ആണ് ഇത്, ഫെവിക്കോളിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ഏതാണ്ട് ഒരു 150 റുപ്പീസ് എല്ലാം വരും ഈ ഗ്ലൂവിന്. ഇത് വലിയ ബോക്സ് തന്നെ 150 റുപ്പീസിന് നമുക്ക് വലിയ ഒരു ബോട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഇതിന്. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ കാർഡ്ബോർഡ് പീസിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും അപ്ലൈ ചെയ്യണം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട്
കവർ ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റായിട്ടിരിക്കും. ഈ ബാക്കി ബാലൻസ് ഭാഗം നമ്മൾ അതിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ എഡ്ജ് നമുക്ക് ഇങ്ങനെ വിടാം, കാരണം ഇത് നമ്മൾ ഉള്ളിലേക്ക് വയ്ക്കുന്ന ഭാഗമായതുകൊണ്ട് ഈ എഡ്ജ് നമുക്ക് വിടാൻ കുഴപ്പമില്ല. ഇനി ഈ എഡ്ജ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ രണ്ട് സൈഡിലും ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതാദ്യം ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് കിട്ടി. നമുക്കൊരു ബോക്സ് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കവർ ചെയ്യേണ്ട, ഇതിനുള്ളിലാണ് നമ്മൾ ഇത് ഇറക്കി വെക്കുന്നത്, അതുകൊണ്ട് ഇത് കവർ ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും ഉണ്ട്. ഇതിലെ ഈ ഷേപ്പിൽ പോലെ, ഇതിൻ്റെ ഷേപ്പ് പോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ഈ എഡ്ജിൽ നിന്ന് നമുക്കൊന്നും ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വരാം. ഇത് രണ്ടും ഒരു ലെവലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ലൈനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് കവർ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും കവർ ചെയ്തെടുക്കണം. ഫുൾ കവർ ചെയ്തെടുക്കണം. നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും ഈ 4 സൈഡും ഫുള്ള് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കവറിങ്, ഇതിൻ്റെ ഉള്ളിലെ പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. ഇങ്ങനെ ഒരു പീസ് വെച്ച് കവർ ചെയ്തു. ഒരു ചെറിയ പീസ് ഒന്നും കട്ടായി പോയി, ഞാൻ അത് തൽക്കാലം ഒരു ചെറിയ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത്രയും കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കോർണർ നമുക്ക് റെഡിയാക്കണം. ഈ കോർണർ ജസ്റ്റ് ഒന്നിങ്ങനെ കീറിയിട്ട് അതും ഈ ഗ്ലൂ വെച്ചിട്ടൊന്ന് പുറത്തോട്ട് തന്നെ സ്റ്റിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇരുന്നാലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ കുഴപ്പമില്ല, അങ്ങനെ പൊക്കോളും. അപ്പോൾ ഈ സൈഡ് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ റോൾസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി റാപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ പേപ്പറിനകത്ത് എടുത്തിട്ട് ഇതും കൂടി ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം.
ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസർ ഇപ്പോൾ എല്ലാതും കവർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് ഇതെല്ലാം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ ഈ 2 സെറ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കവർ ചെയ്യേണ്ട, ബാക്കിയെല്ലാം ഫുൾ എല്ലാ സൈഡ്സും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഫസ്റ്റിൽ ഇതെടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഫ്രണ്ടിലേക്ക് കയറ്റി സെറ്റ് ചെയ്യണം. ഇത് റൈറ്റ് സൈഡിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഗ്ലൂ ഇട്ട് കൊടുക്കാം. നമുക്ക് ഹോട്ട് ഗ്ലൂ വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സൂക്ഷിച്ച് എഡ്ജെല്ലാം കറക്റ്റാക്കിയിട്ട് നീറ്റാക്കി പ്ലേസ് ചെയ്ത് വെക്കണം. ഇത് നന്നായി ഇതിൽ സ്റ്റിക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഗ്ലൂ ഇട്ടിട്ട് ആദ്യത്തെ ഒരു ബോക്സിൽ മാത്രമാണ് നമ്മൾ ഈ സെക്ഷൻ വയ്ക്കുന്നുള്ളൂ. ഇത് വയ്ക്കുക. അതിനുശേഷം ഇതെടുത്തിട്ട് ഇതിവിടെ ഒരു ഡിവൈഡർ പോലെ ഇങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ സെക്ഷൻ ചെയ്ത് വയ്ക്കാം. ഇതിനകത്ത് ഒരു പെൻസിൽ ഹോൾഡർ പോലെ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബ്രഷസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് മുന്നേ ഇത് വയ്ക്കുന്നതിന് മുന്നേ ഇതിൻ്റെ എഡ്ജിലെല്ലാം ഗ്ലൂ ഇട്ടിട്ട് വേണം വയ്ക്കാൻ. ഇതിവിടെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഹോള് റെഡി ആക്കിയിട്ട് വയ്ക്കാം. നമ്മൾ ഈ കോർണറിൽ അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ അടുത്ത സെക്ഷനിൽ, ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെക്കേണ്ടത് ഇതിൻ്റെ ഗ്ലൂ പോയിട്ടുണ്ടാവും. ഒരു വട്ടം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഗ്ലൂ എല്ലാം പോകുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാം. ഹോട്ട് ഗ്ലൂ വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ സ്റ്റിക്ക് ആവാനായിട്ട് നല്ലത് ഹോട്ട് ഗ്ലൂ ആയിരിക്കും. ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പം അങ്ങനെ ഒരു പാർട്ടീഷനായി. ഓക്കെ, ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന്, ഈ ഹോൾഡർ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹോൾഡർ, നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തിങ്സും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഓർഗനൈസർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നീറ്റായിട്ട് ഇവിടെ ഇരുന്നോളും. നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ആയാലും നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻസും കൂടുതൽ എൻ്റെ വീഡിയോസും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു സിമ്പിൾ ഓർഗനൈസറാണിത്. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.